വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 120 ഒരു ദുഃഖഭരിതനായ വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. അവൻ കള്ളഭാഷണവും വഞ്ചനയും നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്നു. എന്നാൽ യഹോവയോട് തൻ്റെ വേദന തുറന്നു പറയുന്നു. സത്യസന്ധതയും സമാധാനവും ആഗ്രഹിക്കുന്നവൻ യുദ്ധം മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ വേദനിക്കുന്നു. കള്ളവും വഞ്ചനയും നിറഞ്ഞ ലോകത്തിൽ അവൻ രക്ഷയും ആശ്വാസവും നൽകുന്നു. വിശ്വാസികൾക്ക് ഈ സങ്കീർത്തനം ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ആഹ്വാനമാണ്, പ്രത്യേകിച്ച് സത്യവും സമാധാനവും നഷ്ടപ്പെട്ട ഈ കാലങ്ങളിൽ. 121 സങ്കീർത്തനം വിശ്വാസിയുടെ സംരക്ഷണത്തിനായുള്ള ദൈവത്തിൻ്റെ ഉറപ്പാണ്. യാത്രക്കാരൻ്റെ സങ്കീർത്തനമായി അറിയപ്പെടുന്ന ഈ ഭാഗം ദൈവം എപ്പോഴും നമ്മളെ കാത്തുപാലിക്കുന്നവനാണ് എന്ന ഉറപ്പാണ്. പകലിലോ രാത്രിയിലോ യാത്രയിലോ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും അവൻ നമ്മെ സംരക്ഷിക്കുന്നു. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. 121 സങ്കീർത്തനം 5ഉം 6ഉം തിരുവചനങ്ങൾ. 122 സങ്കീർത്തനം ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്ന വിശ്വാസിയുടെ സന്തോഷവും പ്രാർത്ഥനയും പ്രകടിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം, ന്യായപ്രമാണങ്ങൾ, ഐക്യവും വിശുദ്ധതയും നിറഞ്ഞ സമൂഹം. ഈ സങ്കീർത്തനം അതിനായി ഹൃദയത്തിൽ നിന്നുള്ളൊരു ആഹ്വാനമാണ്. ജെറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. 122 സങ്കീർത്തനം 6ആം തിരുവചനം. 123 സങ്കീർത്തനം ദൈവത്തിൻ്റെ കൃപയിലേക്കുള്ള ആഗ്രഹം, കാത്തിരിപ്പ്, ദയയുടെ ആവശ്യകത എന്നിവയെ ആഴത്തിൽ പ്രതിപാദിക്കുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാന്റെ കയ്യിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. സങ്കീർത്തനം 123 2ആം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.